വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ ഭാഗമായുള്ള റെയിൽപാതയുടെ നിർമ്മാണം 2026 ജനുവരിയിൽ തുടങ്ങുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. 1482 കോടി രൂപ നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി 2028 ഡിസംബറിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. റെയിൽപാതയുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ തയ്യാറാക്കുന്ന സാങ്കേതിക സമിതി അടുത്തയാഴ്ച ടെൻഡറിലെ വ്യവസ്ഥകളും നടപടിക്രമങ്ങളും മറ്റും വിലയിരുത്തും. ശേഷം ഒക്ടോബർ ആദ്യവാരം ടെൻഡർ അവർ പ്രസിദ്ധീകരിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം. ടെൻഡർ പ്രസിദ്ധീകരിച്ച് 3 മാസത്തിനുള്ളിൽ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ച് നിർമ്മാണ കമ്പനിയെ തീരുമാനിക്കും. തുടർന്ന് ജനുവരിയിൽ ഭൂഗർഭ തീവണ്ടിപ്പാതയുടെ നിർമ്മാണം തുടങ്ങും എന്നതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. 36 മാസത്തെ നിർമ്മാണ കാലയളവാണ് ടെൻഡർ ക്ഷണിക്കുന്നത്. 2028 ഡിസംബറിൽ തീവണ്ടിപ്പാത പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ പൂർണ്ണമായ നിർമ്മാണ ചുമതല നൽകുന്ന രീതിയിലായിരിക്കും ടെൻഡർ നൽകുക. കൊങ്കൺ റെയിൽവേക്കാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്കായി വിസിൽ ഭൂഗർഭ റെയിൽപാത നിർമ്മാണത്തിന്റെ ചുമതല നൽകിയിരിക്കുന്നത്. 10.7 കിലോമീറ്റർ റെയിൽപാതയുടെ 9.2 കിലോമീറ്ററും ഭൂമിയുടെ അടിയിൽ കൂടെയായിരിക്കും. തുറമുഖത്തു നിന്ന് കണ്ടെയ്നറുകൾ തീവണ്ടി മാർഗം ബാലരാമപുരത്ത് എത്തിച്ച് തിരുവനന്തപുരം കന്യാകുമാരി പാതയിലെ റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്നതാണ്. ബാലരാമപുരത്ത് റെയിൽവേ തന്നെ യാർഡും നിർമ്മിക്കും. കൂടാതെ സ്റ്റേഷൻ വികസിപ്പിച്ച് സിഗ്നൽ സ്റ്റേഷനാക്കി മാറ്റുകയും ചെയ്യും. ഇതിനായി റെയിൽവേക്ക് കമ്പനി 243 കോടി രൂപയും കൈമാറ്റിയിട്ടുണ്ട്. 2 ചരക്ക് തീവണ്ടികൾക്ക് വരെ പാർക്ക് ചെയ്യാവുന്ന വിധത്തിലാണ് യാർഡ് നിർമ്മിക്കുന്നത്. തുരങ്കപാത നിർമ്മാണം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ വികസനവും സാധ്യമാകുമെന്നതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തതും വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതുമായ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് എന്ന സാങ്കേതിക വിദ്യയായിരിക്കും ഇവിടെ ഉപയോഗിക്കുക. വിഴിഞ്ഞം ബാലരാമപുരം റോഡിന് സമാന്തരമായാണ് തീവണ്ടിപ്പാതയും വിഭാവനം ചെയ്തിരിക്കുന്നത്. തറനിരപ്പിൽ നിന്ന് 15 മുതൽ 30 മീറ്റർ വരെ താഴ്ചയിലായിരിക്കും പാത കടന്നു പോവുക. വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാതയ്ക്കായി 6.4 ഹെക്ടർ സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത്. ബാലരാമപുരം, അതിയന്നൂർ, പള്ളിച്ചൽ, വിഴിഞ്ഞം വില്ലേജുകളിൽ നിന്നാണ് ഭൂമി ഏറ്റെടുക്കേണ്ടത്. വിഴിഞ്ഞം വില്ലേജിൽ നിന്നും 2.4 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്.